നമ്മുടെ സുധി പുതിയ ജോലി തേടി പോവുകയാണ്. നമ്മുടെ സുധി ഇൻ്റർവ്യൂവിനായിട്ട് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ സുധി പഴയ സ്വഭാവം പുറത്തേക്ക് എടുക്കുകയാണ്. നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ, നമ്മുടെ MD നന്നായിട്ട് അധിക്ഷേപിക്കുകയാണ് നമ്മുടെ സുധി. അങ്ങനെ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുധിക്ക് ആ ജോലി കിട്ടുമോ? സുധിയുടെ മനസ്സിൽ എന്തായിരിക്കും? ജോലി വേണമെന്നായിരിക്കുമോ ജോലി വേണ്ടെന്നായിരിക്കുമോ? വീട്ടിൽ ചന്ദ്രയുടെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോയതാണോ നമ്മുടെ സുധി എന്നൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക്? അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ വരാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യുന്നവർ ആദ്യമേ തന്നെ ചെയ്ത് വെക്കുക. പിന്നീട് അവസാനം തരാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകും, ചോദിക്കാനായിട്ട് ഞാനും മറക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. ഇത് 6-ാം തീയതിയിലുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. 6-ാം തീയതിയിലൊന്നും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിലതിൻ്റെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആകെ 4 സീരിയലിൻ്റെ ഇതാണ് ചെയ്യുന്നത്. പിന്നെ സാന്ത്വനം സീരിയൽ, പഴയ നമ്മുടെ സാന്ത്വനത്തിൻ്റെ സീരിയലിൻ്റെത് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. അത് ചില ആഴ്ചകളിൽ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഏതൊക്കെ ആയിരിക്കും എന്നുള്ള. നമ്മുടെ മൗനരാഗവും, ചെമ്പനീർ പൂവും, ഗീതാ ഗോവിന്ദും, അതുപോലെ പത്തരമാറ്റ്. ഇതാണ് ഞാൻ സ്ഥിരം ചെയ്യുന്ന സീരിയൽ. പക്ഷേ എനിക്ക് പനിയൊക്കെ പിടിച്ചത് കാരണം എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ എന്തായാലും ഈ 6-ാം തീയതിയിലുള്ള ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ 7-ാം തീയതിയിൽ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ശരത്ത് പറയുകയാണ്, അമ്മയോട് പറയുകയാണ്, അമ്മേ എല്ലാത്തിനും കാരണം ആ ഗജാനന്ദനാണ്. അവന് എത്ര കിട്ടിയാലും അവൻ പഠിക്കത്തില്ല. ശരിക്കും പറയുകയാണെങ്കിൽ സച്ചിയേട്ടൻ നല്ലവനാണ്. സച്ചിയേട്ടൻ ചേച്ചി ഇപ്പോൾ സ്നേഹിച്ച് നല്ല സ്നേഹമായിട്ട് അവർ ജീവിച്ചു പോയതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ അയാളാണ് ഈ കുഴപ്പത്തിന് മുഴുവനും കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ശരത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ കൂട്ടിയടിച്ചിട്ട് ദേഷ്യം കാണിച്ചിട്ട് അങ്ങ് പോവുകയാണ്. എത്ര കിട്ടിയാലും ഇവൻ പഠിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അതേസമയത്ത് നമ്മുടെ സുധി ഉണ്ടല്ലോ, ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ വന്നിരിക്കുകയാണ്. ഒരു ലോഡ് ഫയലും കൊണ്ടാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ സുധി അങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കാർ ഷോറൂമാണല്ലോ. അപ്പോൾ അവിടെ വരുന്ന കസ്റ്റമറിനെ ഒരാൾ ഡീൽ ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ സുധി വന്നിട്ട് ചോദിക്കുകയാണ്, മാനേജറെ തിരക്കുകയാണ്. അപ്പോൾ എന്തിനാണെന്നൊക്കെ കാര്യങ്ങൾ തിരക്കുമ്പോൾ സുധി പറയുകയാണ്, ഇവിടെ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്താൽ പോലും എനിക്ക് സെറ്റാവും എന്നുള്ള ജോലിയാണെങ്കിൽ മാത്രമേ ഞാനത് സ്വീകരിക്കത്തുള്ളൂ. കാരണം ഞാനാണെങ്കിലുണ്ടല്ലോ PG ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊങ്ങലൊക്കെ അടിക്കുകയാണ് നമ്മുടെ സുധി. അതിനുശേഷം സുധിയുടെ കയ്യിലെ ഫയലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സുധി പറയാണ്, ശരിക്കും എനിക്ക് ഒരു ജോലി എന്നുള്ളത് കണക്കാക്കിയിട്ടല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ഇൻ്റലിജൻസ് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്താ പറയുന്നത്, എൻ്റെ ഇൻ്റലിജൻസ് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് തരാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് വന്നത് എന്നൊക്കെ പറഞ്ഞൊപ്പിക്കുകയാണ്. അതിനുശേഷം സുധി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അകത്ത് ചെന്നിട്ട് ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ്, അകത്തേക്ക് ഇൻ്റർവ്യൂവിന് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ സുധി അകത്തേക്ക് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ അകത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ചുറ്റും കണ്ണോടിച്ച് ഇങ്ങനെ നോക്കുകയാണ് പുള്ളിക്കാരെ. നോക്കുമ്പോൾ അവിടെ മറ്റാരെയും കാണുന്നില്ല. അവിടുത്തെ MD മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ MD വരാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സുധി ചെന്നിട്ട് സുധി ചോദിക്കുകയാണ്, ഇവിടെ മറ്റാരെയും കാണുന്നില്ലല്ലോ, ആരും വന്നിട്ടില്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ചോദിക്കണ്ടേ, ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെന്തിയേ? എടോ അതല്ലേ തൻ്റെ മുന്നിലിരിക്കുന്നത്. സാർ ഒറ്റയ്ക്ക് ഇരുന്നാണോ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്? എന്താടോ തന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാൻ മാത്രം പോരെ? അല്ല സാർ, ഞാൻ സാധാരണ എല്ലായിടത്തും പോകുമ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടാവും, ടേബിളിന് ചുറ്റും ഇരിക്കും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇതുണ്ടല്ലോ, ഇത് എൻ്റെ സ്വന്തം കാർ എന്താ പറയുന്നത് ഷോറൂമാണ്. അപ്പോൾ ഇവിടെ ഞാൻ മാത്രം മതി. ഇവിടെ ഇപ്പോൾ പുറത്തുനിന്ന് ആരെയും ആവശ്യമില്ല. പിന്നീട് ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെയൊന്നും ആവശ്യമില്ല, ഞാൻ മാത്രം മതി, താൻ ഇവിടെ ഇരിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ സുധി അവിടെ ഇരിക്കുകയാണ്. സുധി അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ സുധിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് സുധിയോട് ചോദിക്കുകയാണ്, അല്ല താങ്കൾക്ക് ഈ കമ്പനി താങ്കൾക്ക് ജോലി തന്നു കഴിഞ്ഞാൽ താങ്കൾ എന്താ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സുധി പറയുകയാണ്, സാർ ഞാൻ എൻ്റെ ഇൻ്റലിജൻസ്, എനിക്ക് ഭയങ്കര ബുദ്ധിയൊക്കെയാണ്, അത് ഞാൻ ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് 100% പ്രയോജനപ്പെടുത്തും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം സുധി ഫയൽ എടുക്കുകയാണ്. ഫയൽ എടുത്തിട്ട് പറയുകയാണ്, ഒരു മുതുക്ക് ഫയലാണ്. അതിനകത്ത് ഒത്തിരി സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ സുധി അത് ഓരോന്നായിട്ട് പെറുക്കിയെടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, സാർ ഞാൻ PG ആണ് സാർ, എൻ്റെ സ്റ്റാറ്റസിന് യോജിച്ച പോലൊരു ജോലി ഇവിടെ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ്.
അപ്പോൾ നമ്മുടെ MD ചോദിക്കുകയാണ്, അല്ല തൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സുധി. ഓ സുധി അല്ലേ? അല്ല സാർ, നോ സുധിയല്ല, സുധി ധനത്തിൻ്റെ തീ അല്ല. തീ എന്ന് പറയുന്നത് ഇതിന് ഈ പേരല്ല, അത് സുധീയല്ല, സുധി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ MD പറയാണ്, അതെന്തെങ്കിലും ആവട്ടെ. സാറ് 10ാം ക്ലാസ് ഫെയിലാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ അന്തം വിട്ടിരിക്കണേ, ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുന്നു. സാർ ഞാൻ PPG ആണ്, വീണ്ടും PPG എന്ന് വിടുന്നില്ല നമ്മൾ. സുധി അതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് തൂങ്ങി കിടക്കുകയാണ്. അപ്പോൾ എന്നിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ എടുത്തിട്ട് അതൊരു ലോഡ് എടുത്ത് അങ്ങേർക്ക് വെച്ച് നീട്ടുകയാണ്. അപ്പോൾ അങ്ങനെ പറയണം, എടോ ഇവിടെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഫയലിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല, അത് തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ പറയാണ്. അല്ല ഇവിടെ ജോലി തരുമ്പോൾ താൻ അത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സുധി പറയാണ്, സാർ എനിക്ക് സാറിനോടൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ കമ്പനിയിലുള്ള ഏറ്റവും നല്ല പൊസിഷനിലുള്ള ജോലി തന്നെ എനിക്ക് തരണം. കാരണം എൻ്റെ ആഗ്രഹം അങ്ങനെ ജോലി ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ആരുടെയും ശമ്പളത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആരുടെയും കീഴിൽ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഉടനെ MD ചോദിക്കുകയാണ്, എണീക്കടോ എന്ന് പറയണം. അങ്ങനെ സുധി എണീക്കുകയാണ്. എന്താ സാർ എന്താ അങ്ങനെ പറഞ്ഞത്? എന്നോട് എണീക്കാൻ പറഞ്ഞത് എന്താ? അതൊന്നുമല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളുടെ എണീക്കാൻ പറഞ്ഞത്. അല്ല താൻ ഏത് തരത്തിലുള്ള ജോലിയാണ് ഇഷ്ടപ്പെടുന്നത്? അതൊന്ന് പറഞ്ഞാൽ കൊള്ളാം. അപ്പോൾ സുധി ഇങ്ങനെ എണീച്ച് നിന്നിട്ട് പറയാനായിട്ട് നല്ല എന്താ പറയുന്നത്, സുധിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ സുധി പറയണേ, സാർ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയൊരു കമ്പനി, ആ കമ്പനിയിൽ 10,000-ന് മുകളിൽ സ്റ്റാഫുകൾ, അവരുടെയൊക്കെ ഹെഡായിട്ട് ഞാനൊരാൾ. ഞാനിങ്ങനെ ഒരിടത്ത് ഇരുന്നിട്ട് ഞാൻ ഓരോരുത്തരുടെ അടുത്തായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്യും. അവർ ജോലി കൃത്യമായിട്ട് ചെയ്തിട്ട് എനിക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനത് നോക്കുക, പിന്നെ ഈ ക്യാഷൊക്കെ ഇങ്ങനെ മേടിക്കുക, അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ജോലി. എൻ്റെ ആഗ്രഹമല്ല, എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് സാർ ഞാൻ ഇത്രയും പഠിച്ച് ഇത്രയൊക്കെ ഡിഗ്രികൾ കയ്യിൽ വെച്ചത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മാനേജർ പറയണം, എങ്കിൽ ഒരു കാര്യം ചെയ്യ്, താൻ ആ കസേരയിലേക്ക് ഇരിക്കുക. അപ്പോൾ സുധി അന്തമിട്ടിരിക്കണം. എടോ ഞാൻ ഇരുന്ന കസേരയാണ് ഈ ഇരിക്കുന്നത്, താൻ അതിൽ കയറി ഇരിക്കടോ, എന്നിട്ട് ഈ ബാക്കിയുള്ള ഈ പറഞ്ഞതുപോലെ തന്നെ വരുന്ന എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ താൻ നോക്കും. സാർ സത്യമാണോ സാർ ഈ പറയുന്നത്? എടോ ഇരിക്കടോ. അപ്പോൾ ഉടനെ സുധി അവിടെ നിന്ന് മനസ്സിൽ കാണുകയാണ് കേട്ടോ. സുധി ഇങ്ങനെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ്, ടൈയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം പുള്ളി വന്നിട്ട് ആ കസേരയിൽ MDയുടെ കസേരയിൽ വന്നിട്ടിരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ഓർഡർ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സുധി പെട്ടെന്ന് മിന്നി മറഞ്ഞു പോവുകയാണ്. പുള്ളിക്കാരൻ സ്വപ്നത്തിൽ ഇങ്ങനെ മിന്നി മറഞ്ഞു പോവുകയാണ്. അതൊക്കെ സ്വപ്നം കാണുകയാണ് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട്. അപ്പോൾ സുധി ചോദിക്കുകയാണ്, സാർ ഞാൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കാനായിട്ട് ഭാവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ MD പറയുന്നത്, എടോ എന്താടോ താനീ കാണിക്കുന്നത്? തനിക്ക് ഒരാളെ കളിയാക്കിയാൽ പോലും മനസ്സിലാവില്ലേ? താനിതെന്ത് മനുഷ്യനാടോ? തന്നെ ഞാൻ കളിയാക്കിയതാണെന്ന് പോലും തനിക്ക് മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കണം. പെട്ടെന്ന് തന്നെ എന്താ പറയുന്നത്, സുധിക്ക് ബൾബ് ഫ്യൂസായ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. 500 വാൾട്ട് ബൾബായിരുന്നു, അത് പെട്ടെന്ന് ഫ്യൂസായിപ്പോയി. ആ ഒരു അവസ്ഥയിലായിപ്പോയി ആയി തീർന്നിരിക്കുകയാണ് നമ്മുടെ സുധി അത് കേൾക്കുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ സാറ് പറയുന്നത്, താൻ അവിടെ ഇരിക്കുക എന്നിട്ട് പറഞ്ഞിട്ട് MDയുടെ കസേരയിൽ ഇരിക്കുകയാണ്. സുധിക്ക് ഓപ്പോസിറ്റ് സുധി ഇരിക്കുകയാണ്. അതിനുശേഷം MD പറയണേ, എടോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ എത്ര വലിപ്പച്ചെറുപ്പം ഉണ്ടെന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഉയരങ്ങളിൽ വേണമെങ്കിലും എത്താൻ പറ്റും. അതെന്ന് വെച്ചാൽ ഈ അതായത് ഞാൻ പണ്ടുണ്ടല്ലോ, എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ കുട്ടിക്കാലമൊക്കെ വലിയ കഷ്ടതയിലുള്ളതായിരുന്നു. പിന്നീട് ഞാൻ വെറും വർക്ക്ഷോപ്പ് പണിയാണ് ഞാൻ ചെയ്തത്. ആ വർക്ക്ഷോപ്പ് പണി ചെയ്താണ് ഈ 20 വർഷം കൊണ്ടാണ് വെറും സാധാരണ കൂലിപ്പണിക്കാരനായ സത്യപാലനിൽ നിന്നും ഇത്രയും വലിയ എന്താ പറയുന്നത് 4 ഷോറൂമിൻ്റെ ഉടമസ്ഥനായ ഇത്രയും വലിയ സത്യപാലം മുതലാളിയിലേക്ക് എത്തിയത്. അതിന് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എത്തിയത്. താനും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ താൻ ഇതിനേക്കാളും വലിയ പൊസിഷനിൽ എത്തും എന്നിങ്ങനെ പറയുകയാണ്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് കോടീശ്വരനാവണം, ചുറ്റുമുള്ളവരൊക്കെ തന്നെ സല്യൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. പക്ഷേ അശ്രാന്ത പരിശ്രമം കൊണ്ട് അത് നേടാൻ പറ്റും. തൻ്റെ കയ്യിലിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ പെട്ടെന്നൊരു ദിവസം കൊണ്ട് താൻ നേടിയതല്ലല്ലോ, പടിയായിട്ടല്ലേ താൻ ഇതൊക്കെ കൈക്കലാക്കിയത്, ഇതൊക്കെ നേടിയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യത്തിനും മെല്ലെ പോയാൽ മാത്രമേ വിജയം കൈവരിക്കാൻ പറ്റൂ. പറന്നു പോയി കഴിഞ്ഞാൽ എങ്ങും എത്തില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സത്യപാലൻ സാർ പറയുകയാണ്, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇവിടെ ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ, സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ജോലി മാത്രമേ ഉള്ളൂ. ഈ ഒരു ജോലി
താങ്കൾക്ക് പറ്റില്ല, താങ്കളുടെ സ്വപ്നത്തിനൊത്ത് പറ്റിയ ജോലിയേ അല്ല ഇത്, അതുകൊണ്ട് താങ്കൾക്ക് പോകാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ നമ്മുടെ സ്തുതി പറയണം, അയ്യോ സാർ അങ്ങനെ പറയരുതേ സാർ, പ്ലീസ് സാർ അങ്ങനെ പറയരുത്, കാരണം എൻ്റെ വിവാഹം ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പം എനിക്ക് ജോലിയുടെ കാര്യം എനിക്ക് ആവശ്യമാണ്, എനിക്കൊരു ജോലി, അതുകൊണ്ട് സാർ എന്നെ ഈ ജോലി എന്ന് പറഞ്ഞു വിടല്ലേ, ഞാൻ ഒത്തിരി പ്രതീക്ഷയോടുകൂടി വന്നതാണ്. അപ്പോൾ നമ്മുടെ MD പറയാണ്, പക്ഷേ തൻ്റെ ആഗ്രഹമൊന്നും ഇതൊന്നും ആയിരുന്നില്ലല്ലോ. സാർ എൻ്റെ ആഗ്രഹം അതല്ല, പക്ഷേ എനിക്കിപ്പോൾ ഒരു ജോലി കിട്ടിയേ പറ്റൂ, കാരണം എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് ജോലി ഇപ്പോൾ ഇല്ലാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും, എൻ്റെ ഭാര്യയുടെ മുന്നിലും എനിക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഈ ജോലി വേണം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ശ്രുതി പറയുകയാണ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ജോലിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്തത് എൻ്റെ ഭാര്യയാണ്, അവളായിട്ട് സെലക്ട് ചെയ്ത ജോലിയാണ്, അതുകൊണ്ട് എനിക്കിതിനെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങേര് പറയാണ്, എങ്കിൽ ഒരു കാര്യം ചെയ്യും, താൻ പറഞ്ഞത് താൻ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്നാണല്ലോ പറഞ്ഞത്, തൻ്റെ ബുദ്ധിയൊക്കെ എന്തൊക്കെയോ ഇവിടെ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇറക്കുമെന്നൊക്കെയല്ലേ പറഞ്ഞത്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണട്ടെ, താൻ എന്തായാലും ഇവിടെ നിന്നോ, എന്തായാലും 1 മാസം താൻ ഇവിടെ നിൽക്കേ, എന്നിട്ട് തൻ്റെ രീതികളൊക്കെ റെഡിയായിട്ട് വരികയാണെങ്കിൽ തനിക്ക് സ്ഥിരമായിട്ട് നിൽക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താൻ പോവേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ MD പറയുകയാണ്, പിന്നെ തന്നെ ഞാനിവിടെ ജോലിക്ക് വെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം വേറൊന്നുമല്ല, തൻ്റെ ഈ ഇൻ്റലിജൻസ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ തനിക്ക് സംസാരിച്ച് പിടിച്ച് നിൽക്കാനുള്ള നല്ല ഒരു നാവുണ്ട്, ഈ നാവാണ് ഈ ജോലിക്ക് ഏറ്റവും പ്രധാനം, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുകയാണ് നമ്മുടെ സുധി. എന്താ പറയുന്നത്, താങ്ക്സോടുകൂടി അഭിഷേകം. അതിനുശേഷം നമ്മുടെ സുധി അങ്ങ് പോവുകയാണ്. പിന്നീടെന്ന് വെച്ചാൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ സച്ചിയുടെ വണ്ടി റിപ്പയർ ചെയ്യാനിട്ടിരിക്കുന്ന വർക്ക്ഷോപ്പിൽ വരുമ്പോഴത്തേക്ക് സച്ചിയുടെ വണ്ടി റിപ്പയർ ചെയ്യുന്ന അനൂപ് വേറെ വണ്ടിയുടെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ സച്ചി ചെന്നിട്ട് പറയണ്, അനൂപേടാ എൻ്റെ വണ്ടി എന്തരായടാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചിയോട് പറയണേ, എടാ അത് എന്തായി എന്ന് വെച്ചാൽ അത് നീ സമയമെടുക്കും. എന്താടാ നീ പറഞ്ഞത്, നീ എനിക്ക് ഇന്ന് വണ്ടി തരുമെന്നല്ലേ പറഞ്ഞത്, നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഈ ആഴ്ച തരാമെന്ന്, ഇനി ഇപ്പോഴേ റെഡി ആയില്ലെന്ന് പറഞ്ഞാൽ ഇതെന്താ നീ കാണിക്കുന്നത്, ഈ വണ്ടി റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂ, ഞാനിപ്പോൾ വാടക വണ്ടിയാണ് ഓടിക്കുന്നതെന്ന് നിനക്ക് അറിയില്ലേടാ, സ്വന്തം വണ്ടിയല്ലാതെ മറ്റൊരാളുടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതിലൊന്നിനും തികയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അനൂപ് പറയണേ, എന്ത് ചെയ്യാനാളിയാ, ഇപ്പം തന്നെ നീ 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ചിലവാക്കി എന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു പണി ചെയ്ത് കഴിയുമ്പോൾ നോക്കുമ്പോൾ 6 പണിയായിട്ടിരിക്കും. ഇപ്പം തന്നെ നോക്ക് അടുത്ത പണി, ഇപ്പോൾ ഒരു പണി ചെയ്തപ്പോഴത്തേക്ക് അടുത്ത പണി വന്നു, അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണോടാ ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട്, കുറച്ച് സ്പെയർ പാർട്സ് ഒക്കെ വാങ്ങണം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സച്ചി പറയണേ, നീ ഇതെന്തൊരു വർത്താനോടാ അനൂപേ പറയുന്നത്, നിനക്ക് കഴിഞ്ഞ ആഴ്ച ഇത് പറഞ്ഞല്ലേ നീ എൻ്റെ കയ്യിൽ നിന്ന് 10-20,000 രൂപ മേടിച്ചത്, എന്നിട്ട് വീണ്ടും നീ സ്പെയർ പാർട്സ് മേടിക്കണമെന്നോ, അതെന്ത് പറച്ചില്ല നീ പറയുന്നത്, എല്ലാം മേടിച്ചെന്നല്ലേ നീ പറഞ്ഞത്, വണ്ടിയുടെ ബാറ്ററി സഹിതം വാങ്ങിച്ചതാണല്ലോ, ഇനി എന്താ? അപ്പോൾ ഉടനെ അനൂപ് പറയണേ, എൻ്റെ സച്ചി ഇതാണ് കാര്യം, നിൻ്റെ വണ്ടി ഉണ്ടല്ലോ ആ പോലീസുകാർ കുത്തി നശിപ്പിച്ച് നാശകോശമാക്കി ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇതിനകത്ത് ഒരു സാധനം മേടിച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ മറുവശത്തുകൂടി കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് മേടിക്കാനായിട്ട് വേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ സച്ചി നോക്കുമ്പോൾ സച്ചിയുടെ വണ്ടിയുടെ ബോണറ്റൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എന്ത് പണിയാണ് നീ കാണിച്ച് വെച്ചിരിക്കുന്നത്, നീ എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ അനാഥപ്രേതങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്? അപ്പോൾ ഉടനെ അനൂപ് പറയണേ, എടാ അളിയാ അതിങ്ങനെ തുറന്നു വെച്ചിട്ടല്ലേ പണിയാൻ പറ്റൂ, അടച്ചിട്ടിരുന്ന വണ്ടി പണിയാൻ പറ്റുമോ? എടാ ഇതിനകത്ത് പൊടിയൊക്കെ കയറില്ലേ, നീ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ കളഞ്ഞിരുന്ന എന്ന് പറയുകയാണ്. അതിനുശേഷം സച്ചി ഇങ്ങനെ ചെന്നിട്ട് വണ്ടി ഇങ്ങനെ തൊട്ട് നോക്കുകയാണ്, ഒരു പൊടി കുഞ്ഞിനെ തൊട്ട് നോക്കുന്നത് പോലെയൊക്കെ തൊട്ട് നോക്കുകയാണ്. എന്നിട്ട് സച്ചി പറയുകയാണ്, ശോ എങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന വണ്ടിയാണെന്നറിയാമോ, എനിക്കിത് കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാളിയാ. ഇനി ഈ വണ്ടിയുടെ കാര്യത്തിൽ കുറച്ച് പൈസയും കൂടി ഇറങ്ങിയാൽ മാത്രമേ ഇനി അത്യാവശ്യ സാധനങ്ങൾ കുറച്ചുകൂടി ഇതിനകത്ത് മേടിച്ച് വെക്കാൻ പറ്റൂ, അത് വച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ളത് ഇനി എന്ത് മേടിക്കണം എന്നൊക്കെ പറയാൻ പറ്റൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി എത്ര രൂപയാവൂടാ? ഒരു കാര്യം ചെയ്യ്, അളിയൊരു 10-20,000 രൂപ കൊടു. 20,000 രൂപയെ എല്ലാ സാധനവും മേടിച്ച് കഴിഞ്ഞ ആഴ്ചയും കൂടി 20,000 രൂപ എന്നിട്ട് എൻ്റെ പൊന്നളിയാ എന്ത് ചെയ്യാനൊക്കും, മേടിച്ച് വെക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് വെക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും വണ്ടിയുടെ ഡ്യൂ അടയ്ക്കാനൊക്കെ ആയിട്ട് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്ന പൈസയുണ്ട്, അത് തരാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ സച്ചി പലിശക്കാരന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈസയിൽ നിന്ന് ഒരു 20,000 രൂപ എടുത്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പുള്ളിക്കാരൻ എണ്ണി നോക്കിയിട്ടാണ്, നിന്നെ എനിക്ക് വിശ്വാസം ഉണ്ടടാ, 20,000 ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോക്കറ്റ് വെക്കുകയാണ്. എന്നിട്ട് സച്ചി പറയണേ, എടാ ഇനി ഇട്ട് താമസിപ്പിക്കല്ലേടാ, അടുത്ത ആഴ്ച എന്നുള്ളത് അടുത്ത ആഴ്ച തന്നെ നീ ഇതെനിക്ക് സെറ്റാക്കി തരണം കേട്ടോ, ഇതില്ലാഞ്ഞിട്ട് ഒരു കാര്യവും നടക്കുന്നില്ലടാ, ഈ കിട്ടുന്ന പൈസ മൊത്തവും എണ്ണ അടിച്ചതിന് ശേഷം ബാക്കിയൊക്കെ അങ്ങേരൊക്കെ വാടക കൊടുക്കാൻ
കൊടുക്കാനേ തികയുന്നുള്ളൂ. എൻ്റെ ഒരു കാര്യവും നടക്കുന്നില്ല. വണ്ടിയുടെ ഡ്യൂ അടപ്പുമായാലും പലിശ കൊടുപ്പുമായാലും ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് നിൻ്റെ ഒരു ഹെൽപ്പ് പെട്ടെന്ന് എനിക്ക് എല്ലാം റെഡിയാക്കി തരണേടാന്നൊക്കെ സച്ചി പറയുകയാണ്. അപ്പോൾ അനൂപ് പറയണം, അളിയാ നീ ധൈര്യമായിട്ട് പൊയ്ക്കോ, എന്തായാലും ഈ സ്പെയർ പാർട്സൊക്കെ വാങ്ങിച്ച് അതിനകത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ, വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ വണ്ടി നിനക്ക് അപ്പം തന്നെ തരാമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സച്ചി ഭയങ്കര സന്തോഷമായിട്ട് തന്നെ സച്ചി തിരികെ പോവുകയാണ്. അതേസമയത്ത് നമ്മുടെ ലക്ഷ്മിയും അതുപോലെ ലക്ഷ്മി പൂ കെട്ടാണ്, നമ്മുടെ ശരത്ത് അവിടെ ഉണ്ട്, നമ്മുടെ ദേവു ഇരുന്ന് ഏതാണ്ടൊക്കെ എഴുതുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ലക്ഷ്മിക്ക് സങ്കടം വരികയാണ്. ലക്ഷ്മി മകളുടെ കാര്യം അവിടെ പോയപ്പോൾ കണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. സച്ചിക്ക് രേവതി മോളോട് നല്ല സ്നേഹമാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവളോട് ഇപ്പോഴും അകൽച്ചയാണെന്നൊക്കെ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മോളെ അവിടെ വെച്ച് എൻ്റെ മോളെ തല്ലാൻ പോലും അവൻ കയ്യോങ്ങി, എനിക്കതൊന്നും കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് നമ്മുടെ ലക്ഷ്മി. അപ്പോൾ നമ്മുടെ ശരത്ത് പറയുകയാണ്, അങ്ങനൊന്നുമല്ല, സച്ചിയേട്ടൻ നല്ല സ്വഭാവക്കാരനാണ്, പക്ഷേ അദ്ദേഹത്തിന് മുൻശാഠ്യം എന്താ പറയുന്നത്, മുൻകോപം ഇത്തിരി കൂടുതലാണെന്നേ ഉള്ളൂ. അതൊഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല പെർഫെക്റ്റ് ആണ് എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ ചേച്ചി അദ്ദേഹത്തോട് അത് പറയാഞ്ഞതിൻ്റെ കലിപ്പും കൂടി അദ്ദേഹത്തിനുണ്ട്, എന്തായാലും ചേച്ചിക്ക് അത് പറയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവു പറയുകയാണ്, പക്ഷേ സച്ചിയേട്ടൻ തല്ലാൻ കയ്യോങ്ങിയല്ലോ, അത് ചേട്ടൻ ചെയ്തത് ഒട്ടും ശരിയായില്ല, പെണ്ണുങ്ങളെ തല്ലുന്നത് ഒട്ടും മാന്യതയുള്ള കാര്യമല്ല എന്നിങ്ങനെ ദേവു പറയുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയാണ്, എന്നാലും അത് നമ്മൾ കണ്ടുകൊണ്ട് ചെന്നില്ലേ മോളെ, ഇല്ലെങ്കിൽ മോള് നമ്മളടുത്ത് ഒരു കാര്യവും പറയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി, അവിടെ എൻ്റെ കുഞ്ഞ് എന്തുമാത്രം തീ തിന്നാണ് കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ രേവതി കയറി വരികയാണ്. രേവതിയെ കാണുമ്പോഴത്തേക്ക് ഉടനെ നമ്മുടെ ദേവു അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇപ്പം തന്നെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ, എന്ത് ചേച്ചി പ്രതീക്ഷിക്കാതെ ഇങ്ങ് എത്തിയത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ലക്ഷ്മി ചോദിക്കുകയാണ്, മോളെ നിനക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ട്, നിനക്ക് വേദന താങ്ങാൻ പറ്റാഞ്ഞിട്ടാണോ മോളെ നീ ഇപ്പം തന്നെ ഇങ്ങോട്ട് ഓടിക്കൊണ്ട് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, അല്ലമ്മേ, ഞാൻ അതുകൊണ്ടൊന്നും അല്ല വന്നത്, ശരിക്കും അമ്മയും ദേവും കയറി വരുന്ന സമയം ഒട്ടും ശരിയായില്ല, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതല്ലേ, അദ്ദേഹം എന്നെ തല്ലാൻ തുടങ്ങിയത് പോലും നിങ്ങൾ കണ്ടതല്ലേ, അപ്പം നിങ്ങളുടെ മനസ്സിന് നല്ല വിഷമമായി കാണും എന്നുള്ള കാര്യം എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അമ്മേ, അല്ലാതെ വേറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി സംസാരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് കഴിയാണ്. എന്തായാലും ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡ് നല്ല സൂപ്പർ എപ്പിസോഡാണ്. ഇനി വരുന്ന എപ്പിസോഡുകളിലെന്ന് വെച്ചാൽ ഇതിനേക്കാളും അടിപൊളിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് തോന്നലാണ്, ഞാൻ എൻ്റെ തോന്നൽ മാത്രം പറയുകയാണ്, എനിക്ക് തോന്നുന്നത് ഈ അനൂപ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ നമ്മുടെ സച്ചിയെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നാളെ തരാം മറ്റന്നാൾ തരാം എന്നൊക്കെ പറയുന്ന രീതിയിൽ വണ്ടി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള പൈസ എല്ലാം കൂടെ ഊറ്റിയിട്ട് പുള്ളി സച്ചിയെ പറ്റിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷമിക്കുമോ? എത്ര ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും സച്ചിയെ ഊറ്റിക്കൊണ്ടിരുന്നിട്ട് പുള്ളിക്കാരനെ മാനസികമായിട്ട് പറ്റിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാനും ക്ഷമിക്കാനും സച്ചിയെ കൊണ്ട് കഴിയുമോ? അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത പോലീസ് കേസ് സച്ചിയുടെ മേലുണ്ടാവുമോ എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇനിയും വരാനുണ്ട് എപ്പിസോഡുകളൊക്കെ, ഒരുപാടായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വരാനുണ്ട്. അതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം, അതേക്കുറിച്ചൊക്കെ ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇനി എന്താണ്, ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പനി വന്നതിന് ശേഷം ശ്വാസം മുട്ട് എന്നെ വിട്ട് പോയിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞിട്ട് നിർത്താതെ ഇങ്ങനെ പറയുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.